السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد. صلاة وسلاما عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله صلى الله عليه وسلم. على النبي ذريعتي وهم إليه وسيلتي أرجو به معتقدا بيد اليمين صحيفتي. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, സഹോദരങ്ങളെ, വലിയൊരു ചർച്ചയാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഏകദേശം 13 ദിവസത്തോളം മൂസാ കിന്യവുമായി ഒരു ഇബാറത്ത് വായിക്കാനോ അല്ലെങ്കിൽ അർത്ഥം അതല്ല എന്ന് പറയാനോ തിരുത്താനോ ആയത്തിന്റെ ഒരു തഫ്സീർ ഇന്നതാണോ എന്ന് പറയാൻ മൂസാ കിന്യക്ക് സാധിക്കാത്തതിന്റെ പേരിൽ 13 ദിവസത്തോളം കാത്തിരുന്നു. അവസാനമായി ജനങ്ങൾക്ക് ഇത്രയും വിഷയങ്ങൾ, ഇമാമിയങ്ങള്, സ്വഹാബത്തീങ്ങള്, മുഫസ്സിരീങ്ങള്, മുഹദ്ദിസീങ്ങളുടെ പേറുകളും നാമങ്ങളും ഹിജരികളും വർഷങ്ങളും അവർ നടത്തിയ സഹായാർത്ഥനങ്ങളും ഇസ്തിഹാസയും അവർ കുറിച്ചുവെച്ച ഇബാറത്തുകളും അവരുടെ കിതാബുകളും അധ്യയനം ചെയ്ത് അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന രീതിയിലാണ് ഇത്രത്തോളം സമയം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെലവ് ചെയ്യുന്നത്. അള്ളാഹു ഉപകരിക്കുന്ന രീതിയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മൻ ദല്ലല ഖൈറൻ ഫലഹു അജ്റു ഫാഇലിഹി. ഒരാൾ ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നന്മ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുത്തതിനനുസരിച്ച് അവൻ അത്രയും കർമ്മങ്ങൾ, വിഷയങ്ങൾ കേട്ടതിന്റെ പേരിൽ അമൽ ചെയ്താൽ അതിന്റെ കൂലിയും ഈ പഠിപ്പിച്ച എനിക്കാണ്, അഥവാ പഠിപ്പിച്ച ഉസ്താദന്മാർക്കാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുൾ പറഞ്ഞതിന്റെ. അപ്പോ ഇന്നത്തെ കഥ, നമ്മുടെ വിഷയം ഇസ്ലാമിക വിഷയത്തിൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന വിഷയമാണ്. മെനിഞ്ഞാന്ന് മുതൽക്ക് ചർച്ച ചെയ്തിട്ടുള്ളത്. സ്വഹാബത്തിന്റെ കഥ പറഞ്ഞു, 4 ഇമാമിയങ്ങളുടെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ വിഷയത്തിലും ബഹുമാനപ്പെട്ട സ്വഹാബത്തിനെ കുറിച്ചും പറയുകയും നമ്മുടെ മദ്ഹബിന്റെ നേതാക്കൾ 4 ആൾക്കാരെ കുറിച്ചും പറഞ്ഞു. ഇന്നലെ ഇമാമിയങ്ങളെ കുറിച്ചിട്ടും പറഞ്ഞു. ഇന്ന് 301 മുതൽക്ക് 400 വരെ ജീവിച്ച വിഷയമാണ് ഇന്ന്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാം. വലവന്നവും ഇല്ലലമോ അംഫുസവും എന്നതിനെ കുറിച്ച് ഇന്നലെ നീണ്ട ഒരു ചർച്ച നടത്തി. ഏകദേശം 10, 35, 40 ഇമാമിയങ്ങളുടെ വിഷയം വലവന്നവും ഇല്ലലമോ എന്നതിനെ കുറിച്ച്, യാ ഖൈറ മന്ദുഫിനത്ത് എന്നതിനെ കുറിച്ച് നടത്തിയ ചർച്ച ഞാൻ പറഞ്ഞു. ഇസ്തിഗാസ നടത്തിയ 440 4000 ആൾക്കാരെ പറയാൻ നമുക്കുണ്ട്. അത് വേറെ വിഷയം. ബരീ യാ ഖൈറ മന്ദുഫിനത്ത് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തതിനെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഈ വിഷയത്തിൽ ഹിജ്റ 301 മുതൽക്കല്ല ചർച്ച എങ്കിൽ ഇസ്തിഗാസ നടത്തിയ മഹത്തുക്കളുടെ പേരുകളിൽ ഇമാം അബൂബക്കറിൽ മുഖ്രി റളിയല്ലാഹു അൻഹു, ഇമാം അബൂബക്കറിൽ മുഖ്രി റളിയല്ലാഹു അൻഹു വഫാത്ത് ഹിജ്റ 373 അപ്പൊ 373. ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ കിതാബുകളിൽ ഇസ്തിഗാസ നടത്തിയതും ഇസ്തിഗാസ നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുകയും കുറിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇമാമിയങ്ങൾ ചർച്ച ചെയ്തിട്ടും ഉണ്ട്. അതിനാൽ മഹത്തായ ബഹുമാനപ്പെട്ട നമ്മുടെ അബൂബക്കറിൽ മുഖ്രി റളിയല്ലാഹു അൻഹു ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്. ഹക്കീം തുർമുദി ഇമാമോ നാം കേട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട തുർമുദിയെ കുറിച്ച്, അല്ലെ? തുർമുദി സിഹാബ് സിത്തയിൽപ്പെട്ട ഒരു കിതാബാണ്. ബഹുമാനപ്പെട്ട ഹക്കീം തുർമുദി റഹിമഹുല്ലാഹ് 320 വഫാത്തായത്. 320 ഹിജ്റ 320 വഫാത്തായ ബഹുമാനപ്പെട്ട തുർമുദി ഇമാം റഹിമഹുല്ലാഹ് അൽ ഹജ്ജു വഅസ്റാറുഹു പറയുന്ന ഈ കിതാബിന്റെ 138 പേജില് ഈ പറയുന്ന മദീനയിലേക്ക് പോയാൽ സിയാറത്ത് ചെയ്യുന്ന വിഷയവും സിയാറത്തുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ നബിതങ്ങളുമായുള്ള ഇസ്തിഗാസയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിനാൽ ഈ വിഷയം നാം പഠിക്കാൻ വേണ്ടിയും
പഠിപ്പിക്കാൻ വേണ്ടിയും ജനങ്ങൾക്ക് ഒന്നും കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. 373 വഫാത്തായ ബഹുമാനപ്പെട്ട അബൂബക്കറിൽ മുഖ്രി റളിയല്ലാഹു അൻഹും 320 വഫാത്തായ അൽ ഹക്കീം തുർമുദി റളിയല്ലാഹു അൻഹും ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യണമെന്ന് അവരുടെ കിതാബുകളിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇസ്തിഗാസ എന്നുള്ളത് ശിർക്കല്ല, അനിസ്ലാമികല്ല, ഇസ്ലാമിന് വിരുദ്ധവും അല്ല. ഇനി നോക്ക്, ബഹുമാനപ്പെട്ട ഇമാം തബറാനി റളിയല്ലാഹു അൻഹു, അബുൽ ഖാസിം തബറാനി റളിയല്ലാഹു അൻഹു 260 ജീവിച്ച ആളാണ്. ഹിജ്റ 360 വഫാത്തായ ആളാണ്. തബറാനി ഇമാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മദീനയിൽ എത്തിയതും മദീനയിൽ സഹായം നടത്തിയതും ഇസ്തിഗാസ നടത്തിയതും നബി തങ്ങളെ മുഖേന തശഫുആക്കിയ സംഭവങ്ങൾ കിതാബുകളിൽ കാണാം. അപ്പൊ തബറാനി ഇമാം റളിയല്ലാഹു അൻഹു 260 ജീവിച്ച ആളാണ്. 360 ഹിജ്റയിൽ വഫാത്തായ ആളാണ്. ബഹുമാനപ്പെട്ടവർ ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്, നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ കിതാബുകളിൽ കുറിച്ചിട്ടുണ്ട്. സ്വന്തമായി ഇസ്തിഗാസ നടത്തിയതും നമുക്ക് കാണാവുന്നതാണ്. ഇനി നോക്ക്, മൂന്നാമതായി നമുക്ക് പറയാൻ ബഹുമാനപ്പെട്ട ഹാഫിള് ഇബ്നു സുന്നി റളിയല്ലാഹു അൻഹു ഹിജ്റ 364 ജീവിച്ച വഫാത്തായ ആളാണ്. 364 വഫാത്തായ ആള് ബഹുമാനപ്പെട്ട ഹാഫിള് ഇബ്നു സുന്നി റളിയല്ലാഹു അൻഹു ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്. 100 കണത്തിൽ ഇസ്തിഗാസ നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ സ്വന്തമായ അമലുൽ യൗമി വല്ലൈല പോലത്തെ കിതാബുകളിലൊക്കെയും ഇസ്തിഗാസയെ കുറിച്ച് സൂചിപ്പിക്കുന്ന പല ഇബാറത്തുകളും ഇതര കിതാബുകളിലും കാണാവുന്നതാണ്. അതിനാൽ ഇബ്നു സുന്നി റളിയല്ലാഹു അൻഹു 364 വഫാത്തായ ആളാണ്. ബഹുമാനപ്പെട്ടവർ ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്. ഇസ്തിഗാസ നടത്തണമെന്ന്, അനുവദനീയമാണെന്ന്, ശിർക്കല്ലെന്ന്, അത് ശിർക്കല്ലെന്ന് എല്ലാ രീതിയിലും വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനാൽ ഈ ആയിരക്കണക്കിലുള്ള ഇമാമിയങ്ങൾ ഇസ്തിഗാസ ശിർക്കാണെങ്കിൽ അവരുടെ കിതാബിൽ എഴുതി വെക്കുമോ, ചെയ്യണമെന്ന് പഠിപ്പിക്കുമോ? അതിനാൽ മനസ്സിലായി, ഇസ്തിഗാസ എന്നുള്ളത് ഇസ്ലാമികമാണ്, ഇസ്ലാമിന്റെ അടിത്തറ ആശയത്തിൽപ്പെട്ട ഒന്നാണ്, ഇസ്ലാമുമായി ബന്ധമുള്ളതാണ്, അനിസ്ലാമികമല്ല. ബഹുമാനപ്പെട്ട ഹാഫിള് ഇബ്നു സുന്നി റളിയല്ലാഹു അൻഹു 364 വഫാത്തായ ആളാണ്. ബഹുമാനപ്പെട്ടവരും ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്. എത്ര വലിയ പണ്ഡിതനാണ്, ഹാഫിളാണ്. അതിനാൽ ഇത്രയും വിഷയങ്ങൾ പഠിപ്പിക്കാം. ഇനി നോക്ക്, ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി ഇബ്നു മുഹമ്മദ് ഇബ്നു ഹബീബുൽ ബസരി റളിയല്ലാഹു അൻഹു ഹിജ്റ 364 ജീവിച്ച് 450 വഫാത്തായ വലിയ പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവർ ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്, ഇസ്തിഗാസ നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ കിതാബുകളിൽ അത് കുറിച്ചു വെച്ചിട്ടുണ്ട്. അതിനാൽ ഇസ്തിഗാസ എന്നുള്ളത് അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, സുലഹായികൾ, ഇത്രയും വിഷയങ്ങൾ, ഇത്രയും ആൾക്കാരുടെ മുമ്പില് സഹായം ചോദിക്കുക എന്നുള്ളത് തെറ്റല്ല, അത് അനിസ്ലാമികമല്ല. എങ്കിൽ ഇത്രയും വലിയ പണ്ഡിതന്മാർ, മഹാരഥന്മാർ, സാഗരത്തോളം വിദ്യാഭ്യാസമുള്ള ആലിമുമായ, ആബിദുമായ, മാഹിരീങ്ങളായ ഇത്രയും ഇമാമീങ്ങൾ നരകത്തിലാണോ? അബൂബക്കർ തങ്ങള്, ഉമർ തങ്ങള്, അലിയാർ തങ്ങള്, ഉസ്മാൻ തങ്ങള്, ഷാഫി ഇമാം, ഹംബലി ഇമാം, മാലിക് ഇമാം, അതുപോലെ അബൂ ഹനീഫ ഇമാം, മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങള്, അതുപോലെ ഹാഫിള് ഇബ്നു അബി ഷൈബയും അബ്ദുറഹ്മാൻ മുഹമ്മദ് ഉത്തുബിയും, അബൂ യഅലയും, ഇമാം ബുഖാരിയും, ഇമാം മുസ്ലിമും, അതുപോലെ ഇമാം ദാരിമിയും, ഇമാം അബൂ നസ്ർ ഇബ്നു സ്വബ്ബാഹും, ഇതുപോലത്തെ മഹത്തുക്കളായ ഇമാമീങ്ങൾ സർവറും നരകത്തിലാണോ? നരകത്തിലാണോ? ഇമാം ബുഖാരി തങ്ങളെ പോലത്തെ പണ്ഡിതന്മാർ അവർ നരകത്തിലാണോ? അതിനാൽ മനസ്സിലായി ഇത്രയും വിഷയങ്ങള് അതേ ഹാഫിള് അബൂബക്കർ മുഖ്രിയും, അതേ തബറാനിയും, ഇബ്നു സുന്നിയും, അതുപോലെ ഹബീബുൽ ബസരിയും, ഇതുപോലത്തെ മഹാപണ്ഡിതന്മാർ ഇവർ നരകത്തിലാണോ? ഇവരൊക്കെയും സ്വർഗത്തിലാണ്, സ്വർഗ അവകാശികളാകുന്നു. 100 കണക്കിൽ കിതാബുകളെ ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പോലോത്ത സർവ്വ ജനങ്ങൾക്ക് വേണ്ടി കുറിക്കുകയും എഴുതി വെക്കുകയും സ്വന്തമായ അതിൽ ഇസ്തിഗാസ നടത്തിയ വിഷയങ്ങൾ പരാമർശ ചെയ്യുകയും ഇത്ര ആൾക്കാർക്ക് ഇസ്തിഗാസ നടത്തണമെന്നത് പുണ്യകർമ്മമാണ് എന്ന് വരെ പഠിപ്പിക്കുകയും ചെയ്ത മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ ഇവരൊക്കെയും സ്വർഗത്തിലാണ്. അത്രയും സ്വർഗത്തിൽ ചെല്ലാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം അബൂബക്കർ മുഖ്രിയും, അതുപോലെ അബുൽ ഖാസിം തബറാനിയും, ഹാഫിള് ഇബ്നു സുന്നിയും, അബുൽ ഹസൻ അലി ഇബ്നു മുഹമ്മദ് ഇബ്നു ഹബീബുൽ ബസരിയും, ഇതുപോലത്തെ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ്. ഈ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇത്രയും മഹത്തുക്കൾ നരകത്തിലാണോ? 1 മുതൽ 100 വരെ പറഞ്ഞു.
101 മുതൽക്ക് 200 വരെ പറഞ്ഞു. 201 മുതൽക്ക് 300 വരെ പറഞ്ഞു. ഇന്ന് 301 മുതൽക്ക് 400 വരെ ചോദിക്കുന്നു. ഇത്രയും മഹത്തുക്കളായ പണ്ഡിതന്മാർ ഇന്നലെ ഞാൻ ഉദ്ധരിച്ച ഏകദേശം 40 കിതാബോളം പറയുന്ന വിഷയങ്ങള് യാ ഖൈറ മൻദുഫിനത്തു ബിൽഖായി ആദമുഹു ഫതാബ മിൻ ത്വീബിൻ നൽഖാഉ വല്ലകമു നഫ്സിൽ ഫിദാഉ ലിഖബറിൻ അൻത സാകിനുഹു ഫീഹിൽ ലഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഇതുപോലത്തെ വിഷയങ്ങൾ പരാമർശം ചെയ്യുകയും ഒത്തുബയിൽ നിന്ന് ഉദ്ധരിക്കുകയും ആറാബി ചെയ്തു എന്ന് പറയുകയും അതിൽ നിന്ന് വലവന്നവും ഇല്ലമു അൻഫുസുഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത് പറയുകയും അതിൽ ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് പോലത്തെ മഹത്തുക്കൾ ഉന്നയിൽ എടുത്തു പറയുകയും ചെയ്ത ഇത്രയും മഹത്തുക്കളായ കുത്തുബീകളാകുന്ന ഔലിയാക്കളെ സ്വർഗത്തിലാണോ നരകത്തിലാണോ? ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു അത്രയും മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ ഇമാമിങ്ങളോ അവർ സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ ചെല്ലാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനാൽ ഇത്രയും വിഷയങ്ങൾ നമുക്ക് പഠിക്കാം. ഇതുവരേക്കും പഠിച്ചതൊക്കെയും അല്ലാഹു കബൂലാകട്ടെ. മരിച്ചുപോയ നമ്മുടെ ബാപ്പയും കുടുംബാദികൾ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും മരിച്ചുപോയവർ ആരുണ്ടെങ്കിൽ എല്ലാവരുടെ ഹദറാത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അവരുടെ ഖബറിൽ നല്ല സന്തോഷം ഇട്ട് കൊടുക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദതുള്ള സഹായമുള്ള എല്ലാ രീതിയിലും സന്തോഷമുള്ള ഖബറാക്കിയിട്ട് അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്ത് കൊടുത്ത് ജീവിച്ചിരിപ്പുള്ള നമുക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുഷ്യം റാഹത്തും സന്തോഷവും എല്ലാ കടങ്ങളെ തീർത്ത് സന്തോഷത്തിൽ ജീവിക്കാൻ, കുടുംബത്തിൽ ഹൈറാത്തോടുകൂടെ ഹൈറായ കാര്യങ്ങളെ കൂടെ സന്തോഷം പങ്കുവെച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മെ ഈ രീതിയിൽ വളർത്തിയെടുത്ത നമ്മുടെ ഉസ്താദന്മാർ, വാപ്പ, ഉമ്മ, കുടുംബാദികൾക്ക് അല്ലാഹു ഇസ്സത്ത് ദായിമാക്കി കൊടുക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.